18-ാം പടി കയറി എത്തുമ്പോൾ ആദ്യം കാണുന്നത്, ഓരോ ഭക്തനും ആദ്യം കാണുന്നത് തത്വമസി എന്നതാണ്. അത് നീയാകുന്നു എന്നുള്ള ആപ്തവാക്യം. അത്തരത്തിൽ മഹത്വരമായ വലിയ സന്ദേശം നൽകുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടകർ ഒന്നടങ്കം കാത്തു നിൽക്കുന്ന ഒരു ദിവസം, ആ ഒരു നിമിഷത്തിലേക്ക് കൂടിയാണ് ഈ ശബരിമല സന്നിധാനം പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ശബരിമല സന്നിധാനത്തു നിന്നുള്ള സംഘം ശരംകുത്തിയിലേക്ക് യാത്ര തിരിക്കും. അവിടെയാണ് തിരുവാഭരണ പേടകങ്ങളെ, ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. 3 പേടകങ്ങളാണ്. അതിൽ ആദ്യ പേടകത്തിലാണ് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണമുള്ളത്. 6:25 തന്നെ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലെത്തും. പിന്നീട് 18-ാം പടി കയറിയെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ മന്ത്രി VN വാസവൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കൊടിമര ചുവട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായ ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ആ തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള കാത്തിരിപ്പ്, അത് കഴിഞ്ഞുള്ള ദീപാരാധന, അതിനപ്പുറം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഭക്തലക്ഷങ്ങൾ ശബരിമല സന്നിധാനത്ത് കാത്തിരിക്കുന്നത്. ശരി, പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇനി നട തുറന്ന് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ള സംഘത്തിനെ യാത്ര അയക്കുക എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നതിന് മുമ്പായി സന്നിധാനത്ത് നടക്കാനുള്ളത്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.